മലപ്പുറത്തെ കീഴ്ശ്ശേരിയിലെ ആശുപത്രി മുറിയിൽ നിന്ന് പണം മോഷ്ടിച്ച വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? ഒരു 50,000 രൂപ പ്രസവത്തിന് വേണ്ടിയിട്ട് അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പണമാണ്. അത് അടിച്ചുകൊണ്ടുപോയ ആളെ പിടിച്ചിട്ടുണ്ട്. പട്ടിക്കാട് സ്വദേശി അബ്ബാസ് ആണ് ആ മോഷ്ടാവ്. 50,000-ഓളം രൂപയാണ് ആശുപത്രി മുറിയിൽ നിന്ന് മോഷണം പോയത്. അബ്ബാസ് ആ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ ഇന്നലെ രാവിലെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. തിങ്കളാഴ്ചയാണ് കിടത്തി ചികിത്സ തേടിയ രോഗിയുടെ പണവുമായി അബ്ബാസ് കടന്നു കളഞ്ഞത്. അഷ്കർ അലിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ ഇത് ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. കൃത്യമായിട്ട് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണോ ഈ അബ്ബാസിനെ പിടികൂടിയത്? സമാനമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ മോഷണം ഇയാൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് അഷ്കർ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായിരിക്കുന്നത് അരുൺ. കാരണം ഈ CCTV ദൃശ്യങ്ങൾ കണ്ടാണ് ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പെരിന്തൽമണ്ണ മണ്ണാർമല പട്ടിക്കാട് സ്വദേശിയായിട്ടുള്ള പാറൽ വീട്ടിൽ അബ്ബാസ് എന്ന ഈ 58-കാരനാണ് ഈ കേസിലെ പ്രതി. ഇയാൾ ഈ കേസിലെ മാത്രമല്ല സമാനമായ നിരവധി മോഷണ കേസുകൾ ഈ പ്രതി മുൻപും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങൾ കണ്ട് ഈ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നത്. അഥവാ മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ മോഷണങ്ങൾ നടത്തിയതിന് ഈ അബ്ബാസ് പ്രതി ചേർക്കപ്പെട്ടിരുന്നു. അങ്ങനെ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ CCTV ദൃശ്യങ്ങൾ കണ്ട് ഇയാളാണോ എന്ന് സംശയിക്കുകയും പിന്നീട് അയാളെ വിളിച്ചു വരുത്തി പരിശോധിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇയാൾ തന്നെയാണ് മോഷണം നടത്തിയത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തത്. മൊറയൂർ സ്വദേശികളായ ആശുപത്രിയിൽ കീഴ്ശ്ശേരി കടുങ്ങല്ലൂരിലെ മേലെപ്പുറക്കൽ ആശുപത്രിയിൽ പ്രസവത്തിന് വേണ്ടി എത്തിയ ആളുകളിൽ നിന്നാണ് ഈ അബ്ബാസ് എന്ന് പറയുന്ന 58-കാരൻ അവിടെ റൂമിൽ കയറി, അവിടെ ആശുപത്രി റൂമിൽ കയറി 50,000 രൂപയോളം മോഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടുകൂടി തന്നെ പ്രസവത്തിന് വേണ്ടി എത്തിയ ആ കുടുംബത്തിന് ആശുപത്രി ബില്ല് പോലും അടയ്ക്കാൻ കഴിയാതെ ആശുപത്രി വിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. ഇന്നലെ തന്നെ അരീക്കോട് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ വ്യാപകമായ സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചിരുന്നു. അതെല്ലാം തന്നെ കേസിൽ ഏറ്റവും നിർണായകമായി എന്നുള്ളതാണ്. ഇന്നലെ തന്നെ രാത്രിയോടെ ഈ പ്രതിയെ തിരിച്ചറിയുകയും ഇന്ന് രാവിലെയോടെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്ന വിവരം. അരുൺ. ഓക്കെ അഷ്കർ, ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇന്നലെ കണ്ടു. ആ കണ്ട ദൃശ്യങ്ങളാണ് എന്തായാലും നിർണായകമായത്. അബ്ബാസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ആശുപത്രിയിലാണെങ്കിലും ശരി, ഹോട്ടൽ മുറിയിലാണെങ്കിലും ശരി, നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കൃത്യമായും അടച്ച് കുറ്റിയിട്ടതിനു ശേഷം പൂട്ടിയതിനു വേണ്ടി മാത്രം പോവുക. ചുറ്റുപാടും ഇങ്ങനെ അബ്ബാസുമാരൊക്കെ വിലസുന്ന നാടാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം കരുതുക. മോഷ്ടാക്കൾക്ക് ആശുപത്രിയെന്നോ ഹോട്ടലെന്നോ പ്രസവമുറിയെന്നോ ഇല്ല. കിട്ടിയാൽ അവരെവിടെ നിന്നും കക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 50,000 രൂപ പ്രസവം നടത്തി അതിനുശേഷം തിരിച്ചതിന്റെ ബില്ല് കൊടുത്ത് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പൈസയാണ് ഈ അബ്ബാസ് അടിച്ചുകൊണ്ട് പോയത്. എന്തായാലും നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കണ്ട് അബ്ബാസിനെ തിരിച്ചറിഞ്ഞു, പോലീസിനെ അറിയിച്ചു. അബ്ബാസ് ഇപ്പോൾ പിടിയിലായിരിക്കും.